തെരഞ്ഞെടുപ്പ് ദിനം പ്രീപോൾ സർവേ ഫലം സമൂഹമാധ്യമത്തിൽ പരസ്യപ്പെടുത്തി തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയുടെ ഗുരുതര ചട്ടലംഘനം. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ പോലീസിനോട് റിപ്പോർട്ട് തേടി. ശ്രീലേഖയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് LDFും UDFും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് മുൻതൂക്കമെന്ന പ്രീപോൾ സർവേ ഫലം തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ആർ ശ്രീലേഖ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ജനഹിതം ഇതാകട്ടെ എന്ന തലക്കെട്ടോടെയായിരുന്നു പോസ്റ്റ്. തെരഞ്ഞെടുപ്പ് അവസാനിക്കും വരെ സ്ഥാനാർത്ഥികൾ പ്രീപോൾ സർവേ ഫലം പുറത്തുവിടാനോ പ്രചരിപ്പിക്കാനോ പാടില്ലെന്നാണ് ചട്ടം. ഇത് മറികടന്നായിരുന്നു മുൻ IPS ഉദ്യോഗസ്ഥ കൂടിയായ ആർ ശ്രീലേഖയുടെ നടപടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം NDA സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടലംഘനത്തിൽ ഇടപെട്ടു. സൈബർ പോലീസിനോട് റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ H. ഷാജഹാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടലിന് പിന്നാലെ ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൽ ശ്രീലേഖയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് LDF ആവശ്യം. ഒരുതരം അധികാര ഭ്രമം മൂത്ത തരത്തിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്തമംഗലത്തെ പ്രബുദ്ധരായിട്ടുള്ള പൗരാവലി ഇതിനകം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നഗരസഭയുടെ 7 അയലത്ത് അവരെ അടുപ്പിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. സൈബർ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. വിജയിച്ചാൽ അയോഗ്യയാക്കാൻ പോലും സാധ്യതയുള്ളതാണ് ശ്രീലേഖയുടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം. മീഡിയ 1 തിരുവനന്തപുരം.